കണ്ണൂർ പുഴാതി കോട്ടക്കുന്നിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. ഇന്നലെ രാവിലെയാണ് ഒരു ഭാഗം തകർന്ന് പുറത്തേക്ക് തള്ളിയത്. പ്രദേശവാസികൾ ഭീതിയിലാണ്. അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇപ്പോൾ. കണ്ണൂർ പുഴാതി കോട്ടക്കുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. അതായത് പ്രധാന റോഡിന്റെ സംരക്ഷണ ഭിത്തി പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് നാട്ടുകാർ ഇത് കാണുന്നത്. അതിനിടയിലൂടെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അതിനിടയിലൂടെ ഈ സംരക്ഷണ ഭിത്തിക്കിടയിലൂടെ മണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്, പുറത്തേക്ക് വരുന്നതാണ് നാട്ടുകാർ കണ്ടത്. വലിയ ആശങ്ക ഇവരെ സംബന്ധിച്ചുണ്ട്. കാരണം ഇതിന് തൊട്ട് സമീപത്ത് തന്നെ വീടുകൾ ഉൾപ്പെടെയുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. വലിയ ആശങ്കയാണ് ഈ പ്രദേശത്തിലെ എല്ലാ വീട്ടുകാർക്കും. അതായത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിപ്പോൾ ഇന്നലെ പെട്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് കുറേ വീടുകളുണ്ട്. അവർ ഇതിലേ കൂടിയൊക്കെ യാത്ര ചെയ്യുന്നതും പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. ആ വീടിനൊക്കെ വളരെയധികം ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ആ വീടും കുറേ വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് അത്രയും അധികം ഉയരത്തിലാണെന്ന് ഇവർ ഇതിപ്പം മണ്ണിട്ടിട്ട് പൊന്തിച്ചിട്ട് ഉള്ളത്. കാരണം ഒരു പാലത്തിന് പിന്നെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും 32 അടിയോളം ഉയരം കാണുന്നുണ്ട് ഇതിന്. ഈ 32 അടിയോളം ഇവർ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോയെന്ന്. അതും ഇത് ചതുപ്പ് സ്ഥലമാണ് ഇവിടെ. അത് യാതൊരു പഠനം നടത്താതെയാണ് ഈ ചതുപ്പ് സ്ഥലത്ത് ഇത്രയും വലിയ കോൺക്രീറ്റ് ഭിത്തി ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് കൊണ്ടിട്ട് ഫില്ല് ചെയ്യുന്നത്. വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പിന്നെ പഠനവും നടത്താതെ വലിയ 32 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം എന്നാണ് ഈ പ്രദേശത്തുകാരുടെ അഭിപ്രായം. യാതൊരു വഴിയുമില്ല, നമുക്ക് എവിടെയും പോകാനും കഴിയില്ല. അങ്ങനെയുള്ള ഇതാന്നുള്ള രാത്രി ഉറക്കവും കിട്ടുന്നില്ല. മൊത്തം ഞള്ളലാണ്, വീടൊട്ടാകെ ഞെള്ളുന്നു. ഉറങ്ങാം. ഞാൻ പാതിരാക്ക് എണീച്ചിരുന്നിട്ട് മെസ്സേജ് അയക്കലാ പണി എൻ്റെ മക്കൾക്കല്ലോ കുട്ടികൾക്കല്ലോ. കടന്നുറങ്ങാൻ പറ്റുന്നില്ല. മോനെ എന്താ വേണ്ടേ? ഇത് ചെയ്ത സമയം തന്നെ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇവരെ ഫൗണ്ടേഷൻ കുറവാന്ന് തോന്നുന്നു. എന്താ പറയുക, ഇതിൻ്റെ ഈ ഇത്രയും വലിയ ഹൈറ്റുള്ള ഭിത്തി അടിയിലേക്ക് അത്രയും ഫൗണ്ടേഷൻ പോയില്ല. അതാണ് ഈ തിങ്ങൽ വരുന്നത്. പിന്നെ ഇതാ ഈ വീട് പല ഭാഗത്തും ക്രാക്കാണ്. എൻ്റെ വീട് നല്ല വീട്ടിലുണ്ട്. നിങ്ങൾ വന്ന് നോക്ക് എൻ്റെ കളവാണെങ്കിൽ. പിന്നെ എൻ്റെ വീടാണ് തൊട്ടടുത്തുള്ളത്. പോസ്റ്റ് അത് മതിൽ വീഴുമ്പോൾ പോസ്റ്റ് അടക്കം എൻ്റെ വീട്ടിലേക്ക് എത്താം. എൻ്റെ വീടാണ് അടുത്തുള്ളത്. ഏതായാലും ഇങ്ങനെയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അതേസമയം ഭയപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ഈ ദേശീയപാത അധികൃതരൊക്കെ നൽകുന്ന ഒരു വിശദീകരണവും. ഇവിടെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അങ്ങോട്ടേക്ക് കടക്കുന്നതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കയർ കെട്ടി അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചുള്ള ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ സംരക്ഷണ ഭിത്തി ഇങ്ങനെ തള്ളി പുറത്തേക്ക് നിൽക്കുകയാണ്. തൊട്ടടുത്ത് ചതുപ്പുമുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിലല്ല ഈ പണി നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് തന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയാണ് കണ്ടത്. ഇടവേളയ്ക്ക്